ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി മറ്റന്നാൾ പരിഗണിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ചു. ഡി ധനസുബോധ് ചേരുന്നു. ധനസുബോധ്, എപ്പോഴാണ് ഹർജി പരിഗണിക്കുന്നത്? എന്താണ് ഹർജിയിൽ? ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ രാവിലെ തന്നെ മെൻഷൻ ചെയ്യുകയായിരുന്നു. ഇത്തരത്തിലുള്ളൊരു ഹർജി വരികയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം തടയണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായി ഉന്നയിച്ചത്. അതിൽ പ്രധാനമായി ഒരു പോയിന്റ് അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ചൂണ്ടിക്കാണിച്ചത് എല്ലാവിധത്തിലുള്ള പ്രകൃതി നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗ്രീൻ ട്രിബ്യൂണലിന്റെ വിധികളുണ്ട്. ഈ പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നദീതീരങ്ങളിൽ ഇത്തരത്തിൽ നൂറുകണക്കിന് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കരുതെന്ന്. മാത്രമല്ല, ഇതിൽ ഉപാധികളോടെ അനുവദിച്ചെങ്കിൽ പോലും ചെറിയ ചില ഉപാധികൾ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. അതേ സമയം തന്നെ ഇതൊരു മതേതരത്വത്തിന് എതിരായിട്ടുള്ളതാണ്. കാര്യം, ഒരു കാരണവശാലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒരു മതത്തിന് വേണ്ടി മാത്രം പ്രത്യേകിച്ച് ഫണ്ട് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തരത്തിലുള്ള വിധികൾ ഈ ഹൈക്കോടതി ആ തരത്തിലുള്ള ഒരു പരാമർശങ്ങളിലേക്ക് കടക്കാതെ ചെറിയ ചില ഉപാധികൾ മാത്രം വെച്ചുകൊണ്ട് ഉള്ള ഒരു അനുമതിയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അനുമതി പൂർണ്ണമായി നിഷേധിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഇതിനുവേണ്ടി വാദിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന നദീതീരത്ത് നടക്കുകയാണെങ്കിൽ, ഇവിടെയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ UP-യിൽ പലപ്പോഴും കുംഭമേള അടക്കമുള്ളത് നദീതീരത്ത് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവരുടെ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ തന്നെയായാലും ഒരു സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ദേവസ്വം ബോർഡ് തടസ്സവാദ ഹർജി നൽകിയിരിക്കുകയാണ്. ഈ ഹർജികളെല്ലാം കൂടി ചേർത്ത് മറ്റന്നാളായിരിക്കും സുപ്രീം കോടതി പരിഗണിക്കുക.